ഞാൻ സെക്കൻഡിൽ ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും ദൂരെയായി ആത്മസ്മൃതിയിൽ സ്ഥിതമാകുന്നു. ഞാൻ ആത്മാ ഈ ദേഹത്തിൽ നിന്നും ഭിന്നമാണ്. കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ ദേഹം വിനാശിയാണ്. ഞാൻ ആത്മാ അവിനാശിയാണ്. ഞാൻ ഒരു പ്രകാശിക്കുന്ന ചൈതന്യ നക്ഷത്രമാണ്. ബാബ സുപ്രീം സിതാരയാണ്. ഞാൻ സർവഗുണങ്ങളുടെ സാഗരമായ ബാബയുടെ സ്നേഹത്തിൽ മുങ്ങി മുങ്ങി ലൗലീന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഒരേ ഒരു ബാബ, രണ്ടാമതൊരാളില്ല. മനസ്സിൽ കേവലം ആത്മസ്മൃതിയും പരമാത്മസ്മൃതിയും മാത്രം. ഈ ലൗലീന സ്ഥിതിയിൽ അതീന്ദ്രിയ സുഖം സമാവേശമായിരിക്കുന്നു. ഈ ശ്രേഷ്ഠ സ്ഥിതിയിൽ ഞാൻ ബാബയോട് നിരന്തരം മിലനം ചെയ്യുന്നു. എൻ്റെ അനാദി സ്വരൂപം സുഖമാണ്. ഞാൻ സുഖസ്വരൂപ ആത്മാവാണ്. സുഖസാഗര ബാബയുടെ കൂടെയാണ്. സുഖസാഗര ബാബയിൽ നിന്നും പുറപ്പെടുന്ന സുഖത്തിൻ്റെ കിരണങ്ങൾ എന്നെ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യിക്കുന്നു. ഞാൻ ബാബയുടെ കൂടെ അവിനാശി അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടുന്നു. ഇപ്പോൾ സങ്കൽപ്പത്തിൽ പോലും എനിക്ക് ദുഃഖത്തിൻ്റെ അനുഭവമുണ്ടാകുന്നില്ല. ഞാൻ സുഖസ്വരൂപ ആത്മാവാകുന്നു. സുഖദാതാ ബാബയുടെ സമാനം സർവർക്കും സുഖം നൽകുന്ന മാസ്റ്റർ സുഖദാതാവായിരിക്കുന്നു. ഞാൻ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ചെയ്യുന്നു. ദേഹി അഭിമാനിയായിരിക്കുന്നു. ആരോട് സംസാരിക്കുമ്പോഴും അഥവാ മനസ്സിലാക്കി കൊടുക്കുമ്പോഴും ചിന്തിക്കുന്നു, ഞാൻ ആത്മീയ സഹോദരനോട് സംസാരിക്കുകയാണ്. ഭായി ഭായി ദൃഷ്ടി ഉറപ്പാക്കി ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതമാകുന്നു. ഞാൻ ഭഗവാന്റെ വിദ്യാർത്ഥിയാണെന്ന ലഹരിയിലിരുന്ന് അതീന്ദ്രിയ സുഖം അനുഭൂതി ചെയ്യുകയാണ്. ആരാണോ ദേഹി അഭിമാനിയായിരിക്കുന്നത്
അവർക്കാണ് അതീന്ദ്രിയ സുഖമുണ്ടാകുന്നത്. ആത്മാഭിമാനിയായി മാറുക ഇതിൽ വളരെയധികം പരിശ്രമമുണ്ട്. ഞാൻ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കാൻ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ സ്വയം ശക്തിശാലിയാണെന്ന അനുഭവമുണ്ടാകും. ഓർമ്മയിലൂടെ എന്നിൽ ശക്തി നിറയുന്നു. ജ്ഞാനത്തെ ബലമെന്നു പറയില്ല. ഞാൻ യോഗ ബലത്തിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നു. ഇപ്പോൾ അനേകം പേരെ തനിക്ക് സമാനമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഏതുവരെ തനിക്ക് സമാനമാക്കി മാറ്റുന്നില്ലയോ അതുവരെ വിനാശമുണ്ടാകില്ല. പഴയ ലോകത്തിൻ്റെ വിനാശവും ഒരേ ഒരു ആദി സനാതന ധർമ്മത്തിൻ്റെ സ്ഥാപനയും തീർച്ചയായും ഉണ്ടാകുന്നു. എത്രത്തോളം ഓർമ്മയിലിരിക്കുന്നുവോ അത്രത്തോളം ശക്തി നിറയുന്നു. അച്ഛൻ്റെ ഓർമ്മയിലൂടെ ഞാൻ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുകയാണ്. ഞാൻ ദേവതയായി മാറുകയാണ്. ദേവി ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. ആത്മാവ് സത്ത് ചിത്ത് ആനന്ദ സ്വരൂപമാണ്. ബാബ എന്നെ ദേഹി അഭിമാനിയാക്കി മാറ്റുന്നു. എനിക്ക് ആരോടൊപ്പം കാര്യവ്യവഹാരങ്ങളുണ്ടോ ഞാൻ അവരുടെ സ്വഭാവം മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നു. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ എന്നിൽ നിന്നും ശക്തി ലഭിക്കുന്നു. ഈ ധർമ്മത്തിന് വളരെ ശക്തിയുണ്ട്. അച്ഛനുമായി യോഗം വെക്കുന്നതിലൂടെ ശക്തി ലഭിക്കുന്നു. ഈ ഡ്രാമ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡ്രാമ എന്നെക്കൊണ്ട് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നു. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് അഥവാ ബാബ ബാബ എന്ന് പറഞ്ഞ് രോമാഞ്ചമുണ്ടാകുന്നു. ഓരോ നിമിഷവും അച്ഛൻ്റെ ഓർമ്മയിൽ അച്ഛൻ്റെ നിർദ്ദേശാനുസാരം നടക്കുകയാണെങ്കിൽ ഉന്നതിയുണ്ടാകും. പിന്നീട് എല്ലാവരും ബഹുമാനിക്കും. ദേഹാഭിമാനമുള്ളവർക്ക് ദേവി ഗുണങ്ങൾ ധാരണ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പഠിപ്പിൽ ശ്രദ്ധിക്കുന്നു, ശ്രീമതമനുസരിച്ച് നടക്കുന്നു. യോഗത്തിന്റെ ശക്തിയിലൂടെ വിശ്വം പവിത്രമായി മാറുന്നു. യോഗത്തിലൂടെ വിശ്വത്തെ പരിവർത്തനമാക്കുന്നതിൻ്റെ അടയാളമായി ഗോവർദ്ധന പർവ്വതത്തെ വിരലുകൊണ്ട് ഉയർത്തുന്നത് കാണിച്ചിരിക്കുന്നു.
ഞാൻ ബുദ്ധിയാകുന്ന പാത്രത്തെ സ്വച്ഛവും ശുദ്ധവുമാക്കി സത്യജ്ഞാനത്തെ ബുദ്ധിയിൽ ധാരണ ചെയ്യുന്നു. ദൈവിക ഗുണങ്ങളുടെ ധാരണയിലും പഠിപ്പിലും മുഴുവൻ ശ്രദ്ധയും നൽകി അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഞാൻ ഭഗവാന്റെ കുട്ടിയാണ്. ഭഗവാൻ എന്നെ പഠിപ്പിക്കുന്നു. ഈ ലഹരിയിൽ മുഴുവൻ ദിവസവും ഇരിക്കുന്നു. ഞാൻ ബാബയുടെ ശ്രേഷ്ഠ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. നിശ്ചയത്തിൻ്റെ അടിത്തറയിലൂടെ സമ്പൂർണത വരെയെത്തുന്ന നിശ്ചയബുദ്ധിയും നിശ്ചിന്തരുമായി ഭവിക്കൂ. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ സമ്പന്നതയുടെ അടിത്തറയാണ് നിശ്ചയം. ഞാൻ ആത്മസ്വരൂപത്തെ അറിയുക, അംഗീകരിക്കുക, അപ്രകാരം നടക്കുക. അതാണ് എൻ്റെ യഥാർത്ഥ നിശ്ചയം. ബാബ എന്താണോ, എങ്ങനെയാണോ, ഏതു രൂപത്തിലാണോ പാർട്ട് അഭിനയിക്കുന്നത് അവ യഥാർത്ഥമായി അറിയുന്ന നിശ്ചയബുദ്ധി വിജയിയാകുന്നു. തൻ്റെ സമയത്തെ, സുഖത്തെ, പ്രാപ്തിയുടെ ഇച്ഛയെ സർവരുടെയും പ്രതിദാനം ചെയ്യുന്നവർ തന്നെയാണ് മഹാദാനി. ഓം ശാന്തി.